നമസ്കാരം. അമ്മക്കൊരു കളി കളിച്ചാലോ? കുളങ്ങര. കുളം എന്ന് പറയുമ്പോ ഇങ്ങോട്ട് ചാടാ, കര എന്ന് പറയുമ്പോ ഇങ്ങോട്ട് ചാടാ. കുളം കര, കര കുളം. ഏതായാലും നമുക്ക് വിശദീകരിച്ച് കിടക്കാം. ഈ അരിസ്റ്റോട്ടലും പ്ലേറ്റോ ഒക്കെ പറഞ്ഞു ജനാധിപത്യമാണ് ശരിക്കുള്ള ഭരണം. മണ്ടന്മാർ അതൊക്കെ അങ്ങ് കഴിഞ്ഞു വെച്ചു. ഇപ്പൊ പുതിയ ജനറേഷൻ മാറിയില്ലേ? എന്നാ ഈ ഇംഗ്ലീഷുകാർക്കും അതേപോലെ ഈ ഗ്രീക്കുകാർക്കും അറിയാത്ത ഒരു സാധനം ഉണ്ട്. എന്താന്നല്ലേ? ഇങ്ങോട്ട് വരീന്ന്, നിങ്ങൾ ഇന്ത്യക്ക് വരി, ഇമ്മ കാണിച്ചു തരാ. അങ്ങനെ നിൽക്കണ സമയത്താണ് ഇവിടെ മിനിമം ഒരു MLA MP ഒക്കെ ആവണമെങ്കിൽ 4 ആൾക്കാരെ മുന്നേ എണിച്ചെന്ന് ജനങ്ങള് വോട്ട് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് എന്ത് വേണം തരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒല്ല മഴയും കൊണ്ട് വെയിലും കൊണ്ട് ക്ഷീണിച്ച് അവശനാകണം. എന്നാ അതും മാറി ഇതിനേക്കാൾ നല്ല ട്രിക്കല്ലേ ഇപ്പൊ അവിടെ നടക്കണത്. അങ്ങനെ നിൽക്കണ സമയത്താണ് ഇവരിങ്ങനെ ചാടി 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 കളിക്കണത്. നോർത്തിലാണെങ്കിൽ വലിയ വലിയ ചാട്ടങ്ങളാ നടക്കണത്. കുളങ്ങരയിൽ ഫസ്റ്റ് ആണെന്നാ നോർത്ത് പറയണത്. അങ്ങനെ ഇതാ നിൽക്കണ സമയത്ത് ഒരാൾ ചോദിച്ചു, അല്ല ചേട്ടാ, നിങ്ങൾക്ക് ഈ ചാട്ടം നിർത്തിയിട്ട് വല്ല വോട്ടും മേടിച്ച് ജീവിച്ചൂടെന്ന്. അത് കേട്ടതും ഒരൊറ്റ പാടരാ, എന്തിനാണ് സോദരാ വോട്ട് ഇങ്ങനെ ചോദിക്കണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചോളിയും, പിന്നെ ഭരണപക്ഷത്ത് കേറി ഇരുന്നോളിയും, ഹായ് കുശാലായി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പേരഭയോ, ആരത്? നമ്മുടെ മോദി സാറോ? നിതീഷ് ഭായ് ഫ്രോഡ് ഹേ. നിതീഷ് ഫ്രോഡാണെന്നാ? അപ്പൊ നേരത്തെ തല്ലല്ലോ പറഞ്ഞത്. प्यारे भाइयों, आपके 2 भाई हैं, मैं हूँ और दिदीश है. അപ്പൊ അതാണ് കളി അല്ലേ? ഓന്തിന് 4 നിറാണെങ്കിൽ നിതീഷ് ഇതിന് 10 നിറ. പാപം. അങ്ങനെ നിതീഷിന്റെ കഥ